ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് അടിപൊളിയൊരു പ്രോട്ടീൻ മീലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒന്ന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പിടി സോയ ചങ്ക്സ് ആണ്. അപ്പോൾ അത് നമുക്കറിയാലോ, അത് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം കൈകൾ ഒഴിച്ച് നല്ല പിഴിഞ്ഞെടുക്കുക. എന്നിട്ടാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. അതൊന്ന് അടച്ചിട്ട് ഇതൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരട്ടെ. ഒരുപാട് നമ്മൾ അരയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അതവിടെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ രീതിയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞിട്ടില്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സോയ ചങ്ക്സ് ഒരുപാട് പ്രോട്ടീൻ ഉള്ളതാണ്. നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മളെ ഹെൽത്തിന്. നമ്മൾക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും അതുപോലെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സോയ ചങ്ക്സ്. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 മുട്ടയാണ്. നിങ്ങൾ മുട്ടയുടെ മഞ്ഞ കഴിക്കാത്തവരാണെങ്കിൽ അതിൻ്റെ ആ വൈറ്റ് പോർഷൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എല്ലാത്തവർക്ക് ഇതുപോലെ 2 എഗ്ഗോ 3 എഗ്ഗോ നിങ്ങൾക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇട്ട് കൊടുത്തത് ചെറിയൊരു ഉള്ളി ചെറുതാക്കി നമ്മൾ സാധാ ഓംലെറ്റിന് അരിയുന്ന പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഒരു പിടിയല്ല, ഒരു നുള്ളു മല്ലിച്ചപ്പ്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിലുള്ളത് 2 ഉണ്ടെങ്കിൽ 2 ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. കാരണം മല്ലിച്ചപ്പ് ആണെങ്കിലും കറിവേപ്പിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നല്ല ഗുണം ചെയ്യുന്നതാണ്. ഇങ്ങനെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ വെയിറ്റൊക്കെ കുറയ്ക്കാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് രാവിലെ അതുപോലെ ഉച്ചയ്ക്ക് ചോറിൻ്റെ പകരം കഴിക്കാം, രാത്രി ഡിന്നറിൻ്റെ പകരം നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു മീലാണ്. ഇനി അതാകുമ്പോൾ നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കി ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഓയിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട. ബട്ടർ പാൻ ഫുള്ളാക്കി കൊടുത്ത് ഇനി അതാ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ സോയയുടെയും എഗ്ഗിൻ്റെ കൂടുതൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഒന്നാക്കണമെന്നാണെങ്കിൽ ഒറ്റയായിട്ട് ആക്കിയെടുക്കുക. ഞാൻ അപ്പോൾ ഈ കട്ടിയിൽ ഒറ്റ സെറ്റിലാണ്, നമുക്ക് ഒരാൾക്ക് കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ ഒറ്റ സെറ്റിലാണ്. 2 ആൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് കഴിക്കട്ടെ. 2 ആൾക്ക് കഴിക്കാനുള്ളതുണ്ടാവും. നല്ല കട്ടിയിലിട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ചു വയ്ക്കുക. ശ്രദ്ധിക്കണം, ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഹൈയിലിടരുത്. അപ്പോൾ ഒരുപാട് അടിക്കരിഞ്ഞ് പോവും. നമുക്കൊന്ന് സെറ്റാക്കണം. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉള്ളിൽ ചില്ലി ഫ്ലേക്സ് ഇതുപോലെ ഉണക്കമുളകിൻ്റെ നമ്മൾ ചതച്ച പൊടിയില്ല അത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തില്ലേ മിക്സിന് മുന്നേ, അതിൻ്റെ ആ സമയത്ത് ഒരു നുള്ളിൽ മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. അധികം എരിവില്ലാതെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഉണക്കമുളക് പൊടി ഇതുപോലെ വെതിരിക്ക് കൊടുത്താൽ മതി. അതിന് ശേഷം പിന്നെ നമുക്കൊന്ന് അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ അടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണ്ടേ, അവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിനുശേഷം തുറന്ന് കൊടുത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇവിടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയിലാകുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മെല്ലെ, നല്ല കട്ടിയിലായതുകൊണ്ട് തന്നെ ഇതിന് മേലെ മെല്ലെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കിയിട്ടാക്കാം. നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് പൊട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ ചിക്കിയിട്ട് ആക്കിയിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തിട്ട് അതുപോലെ ആക്കിയിട്ടും അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. നിങ്ങൾ മറിച്ചിടുമ്പോൾ ഇനി പൊട്ടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചിക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ആക്കിയെടുത്ത് കഴിക്കാം. ഇപ്പോൾ നമ്മളിതാ ആ സൈഡും ആയിട്ടുണ്ട്, നമ്മൾ മറിച്ചിട്ട് കൊടുത്ത സൈഡും ആയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹെൽത്തി മീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്കാണെങ്കിൽ ഏത് ടൈം വേണമെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാം, കുഴപ്പമില്ല. ചോറൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇത് കഴിക്കാം. രാത്രി ഉച്ചയ്ക്കൊക്കെ നിങ്ങൾക്കിത് കഴിക്കാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്. നമ്മൾ ഇറച്ചിനെക്കാട്ടിയും ഹെൽത്തിയാണ് സോയ എന്നാണ് പറയുക. അപ്പോൾ സോയ അത്രയും നല്ല ഹെൽത്തിയാണ്. നമ്മൾ അധികം ഓയിലൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ മീലാണ്. വെയിറ്റ് നോക്കുന്നവർക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളെ വയറ് നല്ല ഫില്ലായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.